പാവപ്പെട്ട മനുഷ്യൻ്റെ അവകാശമാണ് പെൻഷൻ. ഔദാര്യമല്ല, അവകാശമാണ്. ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ നയം. അതുകൊണ്ടാണ് ഇടതുപക്ഷം ഇപ്പം മാസം തോറും കൊടുക്കുന്നത്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് അംഗം ചൂടുപിടിക്കുകയാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MP ജയരാജൻ ചേരുകയാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായ ഒരു വിവാദമായി നിൽക്കുന്നത്. KC വേണുഗോപാൽ പറയുന്നത് ജനങ്ങൾക്ക് നൽകിയൊരു കൈക്കൂലി എന്നാണ്. എന്താണ് CPM-ന് തോന്നുന്നത്? 18 മാസം ക്ഷേമ പെൻഷൻ കുടിശ്ശികയാക്കി 204 കോടി ഉറുപ്പിക. അന്ന് പിന്നെ 600 ഉറുപ്പിയേ ഉള്ളൂ. അത് 34 ലക്ഷം പേർക്കേ കൊടുക്കണ്ടു. ആ 204 കോടി ഉറുപ്പിക പെൻഷൻ കൊടുക്കാതെ അടിച്ചു മാറ്റിയ കോൺഗ്രസ് നേതാവ് ആരാന്നാണ് KC പറയേണ്ടത്. ജനങ്ങളുടെ ഔദാര്യമല്ല ഇത്, അവരുടെ അവകാശമാണ്. ഏത് പാവപ്പെട്ട മനുഷ്യൻ്റെ അവകാശമാണ് പെൻഷൻ. ഇവർ ഔദാര്യം എന്ന നിലക്കാണ് കൈക്കൂലിയായി കണ്ടത്. അപ്പോൾ കൈക്കൂലിയല്ല, ഔദാര്യമല്ല, അവകാശമാണ്. ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ നയം. അതുകൊണ്ടാണ് ഇടതുപക്ഷം ഇപ്പം മാസം തോറും കൊടുക്കുന്നത്. ഇത് കൈക്കൂലിയാണെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് അവരെ കാലത്ത് കൊടുക്കാതിരുന്നത്. ആ കൈക്കൂലിപ്പണം അവർ തന്നെ സ്വന്തം പോക്കറ്റിലാക്കി. നേതാക്കന്മാരൊക്കെ പറയുന്നത് ഇത് കുടിശ്ശികയായി വെക്കുകയും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത് കൊടുക്കുകയും ചെയ്യുന്നത് അതാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രതികരണമാണ് നടത്തിയതെന്നുള്ളത്. അതായത് കുടിശ്ശിക വരുത്തുകയും അത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കൊടുക്കുകയും ചെയ്യുന്നതിൽ ഒരു ദുഷ്ടലാക്കുണ്ട് എന്നുള്ളതാണ് ആരോപണം. ഇടതുപക്ഷം എല്ലാ മാസമാണ് കൊടുത്തത്. ഇപ്പോൾ ഇക്കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 72,000 കോടി ഉറുപ്പിക കൊടുത്തത് മാസം തോറും കൊടുത്തുകൊണ്ടാണ്. അവരുടെ കാലത്ത് ആകെ കൊടുത്തത് 9,000 കോടിയാണ്. അത് മറച്ചു വെക്കാനാണിത്. അപ്പോൾ ഞങ്ങൾ കുടിശ്ശിക അവരതാണ് കൊടുത്തത്. അത് 2016-ലാണ്. 18 മാസം അവർ കൊടുക്കാതിരുന്ന കുടിശ്ശിക ഇടതുപക്ഷം കൊടുത്തു. അവർ കൊടുക്കാതെ കുടിശ്ശികയാക്കിയത് അവർ കൈക്കൂലിയായിട്ട് അവർ സ്വന്തമായി തട്ടിയെടുത്തു. ഇതാണ് സത്യം. ആശാസമരത്തെ വഞ്ചിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ടും ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. ആശാസമരത്തെ വഞ്ചിച്ചു, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാതെ ഒരു പ്രചരണമാണ് LDF മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ളതാണ്. ആശ, അംഗൻവാടി, സ്കൂൾ പാചക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്കീം വർക്കേഴ്സിനും ഇടതുപക്ഷം നൽകിയതുപോലെ നമ്മുടെ രാജ്യത്തിലെ കോൺഗ്രസോ BJPയോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊന്നും പ്രതിഫലം കൊടുക്കുന്നില്ല. ഇത് കേന്ദ്ര പദ്ധതിയാണ്. അവരാണ് ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കാത്തത്. സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് ആശ എന്ന് പറയുന്ന സ്കീമിൽ ജോലി ചെയ്യുന്നവരെ തൊഴിലാളിയായി അംഗീകരിക്കണം. അപ്പോൾ ഇപ്പോൾ തന്നെ കേരളമാണ് ഏറ്റവും കൂടുതൽ അവർക്ക് പ്രതിഫലം കൊടുക്കുന്നത്. ഇനി തൊഴിലാളി കൂടി അംഗീകരിച്ച് കഴിഞ്ഞാൽ മിനിമം കൂലി കിട്ടും. അപ്പം ഞങ്ങൾ ആശമാർക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്. ഇപ്പോൾ 13,000-ലേറെ കിട്ടുന്നുണ്ട്. ഈ 13,000-ലേറെ രൂപ കിട്ടുന്ന മറ്റൊരു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനവും ഇല്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗം വളരെ ചൂടുപിടിച്ച് എന്താണ് ഈ ഘട്ടത്തിലുള്ളൊരു പ്രതീക്ഷ എങ്ങനെയാണ്?